ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭാവന ഭാമയോട് ഭരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിയുകയാണ്. നീ ഇനിയെങ്കിലും ഭരത്തിനെ ഒന്ന് ശ്രദ്ധിക്കണം. നിനക്ക് ഇപ്പോൾ അംബാലിക ആൻറ്റി അവിടെ തരുന്ന ആ സ്ഥാനങ്ങളൊക്കെ ഭരത്തിനും കിട്ടണം എന്നുള്ള കാര്യം പറയുമ്പോഴാണ് അവിടേക്ക് അംബാലിക വരുന്നത്. എന്നിട്ട് അംബാലിക പറയുകയാണ്, അതിന് ഭരത്തിനെ ആര് തന്നെ വിചാരിച്ചാലും ഇനി ശരിയാക്കാൻ കഴിയില്ല. അവന് ആരെന്ന് എന്ത് പറഞ്ഞു കൊടുത്താലും അവനത് തലയിൽ കയറുന്നില്ല. അവൻ ഒരുപാട് മാറിയിട്ടുണ്ട് എന്നങ്ങ് പറയുമ്പോൾ അംബാലികയെ ഭാവന ഒന്ന് തുറിച്ചു നോക്കുകയാണ് കേട്ടോ. ഇതിനൊക്കെ കാരണക്കാരി ഈ പറയുന്ന അംബാലിക തന്നെയാണ് എന്നുള്ള ആ ഒരു ഭാവത്തിൽ. പക്ഷേ അവിടെ ഒരു സംസാരം ഉണ്ടാക്കണ്ട എന്ന് കരുതിയിട്ട് ഭാവന അതിനൊന്നും മിണ്ടാതെ അത് കേട്ടോണ്ട് നിൽക്കുകയാണ്. അങ്ങനെ ഭാവന പറയുകയാണ്, അങ്ങനെ ഭരത്തിനെ വിട്ടാൽ പറ്റില്ലല്ലോ, നമുക്ക് ഭരത്തിനെ മാറ്റിയെടുക്കണം എന്ന് പറയുമ്പോൾ ഭാമ അഹങ്കാരത്തോടു കൂടി പറയുകയാണ്, അതിന് ഇനി ഭാവനേച്ചി ഭരത്തിൻ്റെ കാര്യമൊന്നും നോക്കേണ്ട. ഭാവനേച്ചിയുടെ കാര്യങ്ങളൊക്കെ കണ്ട് നോക്കിയാൽ മതി. ഭരത്തിനെ ശരിയാക്കാനൊക്കെ എനിക്കറിയാം, ഞാൻ നോക്കിക്കോളാം ഇനി ഭരത്തിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ആ ഒരു വാക്ക് സേതുവേട്ടനൊന്നും തന്നെ പിടിക്കുന്നില്ല കേട്ടോ. അത് കേട്ടപ്പോൾ ജയനിർമ്മലയ്ക്കും ഒട്ടും തന്നെ പിടിക്കുന്നില്ല. അപ്പോൾ ജയനിർമ്മല പറയും, എന്താ ഭാമ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ എന്താ വന്ന വഴിയൊക്കെ മറന്നുപോയോ? നീ ഇങ്ങനെയൊക്കെയാണോ ഭാവനയോട് സംസാരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ വല്ലാതെ ആരും അങ്ങനെ നല്ലവരായിട്ടൊന്നും ചമയേണ്ട. എല്ലാവരുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പോഴല്ലേ എല്ലാവരും ഓരോന്ന് മറന്ന് ഇപ്പോൾ സന്തോഷിക്കാൻ വന്നിരിക്കുന്നത് എന്നുള്ള ഭാവത്തിൽ തന്നെ ഭാമ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ജയനിർമ്മലയ്ക്ക് എല്ലാവരുടെയും മുന്നിൽ ഒന്ന് നാണം കെട്ട പോലെ ആവുകയാണ്. അപ്പം മിണ്ടാതെ അവിടെ ഇരിക്കുന്ന പച്ചക്കറികൾ നല്ല ദേഷ്യത്തോടു കൂടി അരിയുകയാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട്, എന്താ ഭാമ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നീ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് നീ ആളാകെ മാറിയോ? നിന്റെ സ്വഭാവത്തിലൊക്കെ നല്ല വ്യത്യാസം വന്നിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഭാമ വീണ്ടും അഹങ്കാരത്തോടു കൂടി ജാനകിയോട് പറയുകയാണ്, വല്യമ്മ വല്ലാതെ പറയുകയൊന്നും വേണ്ട. വല്യമ്മയുടെ സ്വഭാവം എന്തായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ എന്ന് പറയുമ്പോൾ ജാനകിക്കും ഭാമയോട് നല്ല ദേഷ്യം വരികയാണ് കേട്ടോ. എന്നിട്ട് ജാനകിയുടെ വായയും ഭാമ അടപ്പിക്കുകയാണ്. അങ്ങനെ ഗായത്രി പറയാണ്, എന്താ ഭാമ നീ ആരോടാണ് എന്താ പറയുന്നത് എന്നൊന്നും നിനക്കറിയില്ലേ? ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? മതി, നിർത്തിക്കോ എന്ന് പറയുമ്പോൾ വീണ്ടും ഭാമ പറയാണ്, അല്ല അമ്മേ, ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ധിക്കാരത്തോടു കൂടി സംസാരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന അംബാലികയ്ക്ക് ഒരുപാട് സന്തോഷമാവുകയാണ്. എല്ലാവരുടെയും വായ അടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടിയാണല്ലോ ഭാമ കൊടുക്കുക എന്നുള്ള സന്തോഷത്തിൽ. അപ്പോൾ സേതു പറയുന്നത്, എന്താ ഭാമ നീ ഈ പറയുന്നത്? അല്ല, സേതുവേട്ടനും അധികം ഒന്നും സംസാരിക്കേണ്ട, സേതുവേട്ടനും എന്തെല്ലാം ഒന്ന് കാട്ടിയതാണെന്നുള്ളത് സേതുവേട്ടനും മറന്നു പോയോ എന്നും പറഞ്ഞ് ഭാമ വീണ്ടും അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ ഒരുങ്ങാട്ട്. അപ്പോൾ സേതു പറയണ, അല്ല ഭാമ നീ ഇവിടേക്ക് വന്നത് എന്താ ഇവിടെ പ്രശ്നം ഉണ്ടാക്കാനാണോ എന്ന് ചോദിക്കുമ്പോൾ, അതെന്താ സേതുവേട്ട ഞാൻ പറഞ്ഞതിൽ വല്ല തെറ്റുമുണ്ടോ എന്നുള്ള വീണ്ടും ഭാമ ചോദിക്കുമ്പോൾ ഭാവനയ്ക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അപ്പോൾ ഭാവന പറയും, ഒന്ന് നിർത്തുന്നുണ്ടോ? മതി, ഒന്ന് നിർത്തിക്കേ എന്നും പറഞ്ഞ് ഭാമയോട് ഭാവന ഒന്ന് ദേഷ്യപ്പെട്ടിട്ടാണ് സംസാരിക്കാൻ കേട്ടോ. അത് കേൾക്കുമ്പോൾ ഭാമ അഹങ്കാരത്തോടു കൂടി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്ന അംബാലികയ്ക്ക് ഒരുപാട് സന്തോഷമാവാൻ കേട്ടോ. അപ്പോൾ ജയനിർമ്മലയ്ക്കും ജാനകിക്കും ഭാമയോട് നല്ല ദേഷ്യം വരികയാണ്. അങ്ങനെ അവർ ദേഷ്യത്തോടു കൂടി പച്ചക്കറിയൊക്കെ അരിയാണ്. പിന്നീട് വല്യച്ഛനും ദേവനും സൂര്യയും കൂടി സംസാരിക്കുകയാണ്. അവിടേക്ക് സേതു ചെല്ലുകയാണ്. എന്താ അടുക്കളയിൽ ഒരു ചെറിയ പൊട്ടലും ചീറ്റലും ഒക്കെ കേട്ടല്ലോ എന്ന് ചോദിക്കുമ്പോൾ സേതു പറയാണ്, അത് ഭാമ വെറുതെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷേ അത് തീർന്നു, അതിപ്പോൾ തന്നെ തീർന്നിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ സൂര്യ പറയാണ്, അല്ല സേതുട്ട ഞാൻ കൂടി ഇടപെടണോ എന്ന് ചോദിക്കുക. ഏയ് വേണ്ട, അതിപ്പോൾ തീർന്നിട്ടുണ്ടാവും എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് അവരെല്ലാവരും കൂടി സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഓണസദ്യയും പാട്ടും ഊഞ്ഞാലാട്ടവും ഒക്കെ ആയിട്ട് അവർ സന്തോഷത്തോടു കൂടി ആ ഒരു ദിവസം ആഘോഷിക്കുകയാണ്. പിന്നീട് ഈ സമയത്തൊക്കെ ഗായത്രി ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട് ഭരത്തിനെ. അപ്പോഴൊക്കെ ഭരത്ത് നല്ല കള്ളുകുടിയിൽ തന്നെയാണ്, ഫ്രണ്ട്സുമൊത്ത് നന്നായിട്ട് തന്നെ കള്ളു കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഗായത്രിയുടെ ഫോൺ കാണുന്ന സമയത്തൊന്നും തന്നെ ഭരത്ത് ആ ഫോൺ എടുക്കാൻ തന്നെ കൂട്ടാക്കുന്നില്ല, ഫോൺ കട്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ മായ അവിടേക്ക് വരികയാണ്. എന്നിട്ട് മായ ചോദിക്കുകയാണ്, അമ്മേ എന്താ ഭരത്ത് വീണ്ടും ഫോൺ കട്ടാക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ എന്ന് വിഷമത്തോടു കൂടി പറയുകയാണ് കേട്ടോ. അങ്ങനെ ഗായത്രിയുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ മായ സമാധാനപ്പെടുത്തുകയാണ്, അമ്മ ഇനി അത് ഓർത്ത് വിഷമിക്കേണ്ട, ഭരത്തിനെ ഇനി വിളിക്കാനും നിൽക്കണ്ട എന്നും പറഞ്ഞ് മായ ഗായത്രിയും കൂട്ടി അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് എല്ലാവരും ഓണം കഴിഞ്ഞ് സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് മടങ്ങുകയാണ്. ഈ സമയത്ത് അംബാലികയുടെ വീട്ടിലേക്ക് മൈക്കിൾ ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ മൈക്കിൾ ഒരു പൊതി മയക്കുമരുന്നുമായിട്ടാണ് അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ അംബാലിക ഒന്നും അറിയാത്ത ഭാവത്തിൽ ആരാ എന്താ എന്നൊക്കെ ചോദിച്ചറിയുകയാണ് കേട്ടോ. എൻ്റെ പേര് മൈക്കിൾ, ഞാൻ ഭരത്തിനെ അന്വേഷിച്ച് വന്നതാണ്. ഭരത് ഇവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, അവൻ ഇവിടെ എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ എങ്കിൽ നിങ്ങളോട് പറയാം, ഞാനും ഭരത്തും തമ്മിൽ ഒരു വലിയ കടം തന്നെയുണ്ട്,
എനിക്ക് ഭരത് 50 ലക്ഷം രൂപ തരാനുണ്ട് എന്ന് പറയുമ്പോൾ അംബാലിക ഒന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്ത് 50 ലക്ഷമോ? അതെ, അത് എനിക്കും അവനും മാത്രമാണ് അറിയുന്നത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് എൻ്റെ ഡീല് അവൻ അവസാനിപ്പിച്ചു തരണം. അല്ല എന്നുണ്ടെങ്കിൽ ഞാനും അവനും ചെറുതായിട്ടൊരു പാർട്ട്ണർഷിപ്പിൽ പോലെയാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നെ അവൻ ചതിച്ചാൽ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയട്ടോ. എന്തായാലും ഭരത് വന്നാൽ ഈ പൊതിയൊന്ന് കൊടുത്തേക്കണം എന്നും പറഞ്ഞ് മൈക്കിൾ അവിടെ നിന്നും പോവാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഭാമയും അരുന്ധതിയും കൂടി വരുന്നത്. അപ്പോൾ മൈക്കിൾ ചോദിക്കുക, ആ ഭരത്തിൻ്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നോ? ഭരത് എപ്പോൾ വരും എന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല ആരാണ് അമ്മ ഇത് എന്ന് അരുന്ധതി ചോദിക്കേണ്ട. എനിക്കറിയില്ല മോളെ, ഭരത്തിനെ അന്വേഷിച്ച് വന്നതാണ് എന്ന് പറയുമ്പോൾ മൈക്കിൾ പറയണേ, എൻ്റെ പേര് മൈക്കിൾ, എൻ്റെ പേര് കേട്ടാൽ മോൾക്ക് ചിലപ്പോൾ അറിയുമായിരിക്കും എന്ന് പറയുമ്പോൾ മൈക്കിൾ എന്ന പേര് കേട്ടതോടുകൂടി അരുന്ധതി ആകെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. എന്നിട്ട്, അല്ല നിങ്ങളിപ്പോൾ എന്തിനാണ് ഇവിടേക്ക് വന്നത്? ഇയാളാണ് ഭരത്തേട്ടനെ വഴി തെറ്റിക്കുന്നത്. നിങ്ങൾ എന്തിനാണ് ഭരത്തേട്ടനെ ഇങ്ങനെ വഴി തെറ്റിക്കുന്നത് എന്നൊക്കെ ചോദിക്കും. ഞാൻ വഴി തെറ്റിച്ചിട്ടൊന്നുമില്ല, എന്നെയാണ് അവൻ പറ്റിച്ച് നടക്കുന്നത്. അതുകൊണ്ട് എൻ്റെ ബാധ്യത എത്രയും പെട്ടെന്ന് തീർക്കാൻ അവനോട് പറഞ്ഞേക്കണം എന്നും പറഞ്ഞ് മൈക്കിൾ അവിടെ നിന്നും ഭീഷണി സ്വരത്തിലാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഭാമ ചോദിക്കുകയാണ്, എന്താണ് ഇവൻ ആരാണ്, നിനക്ക് വല്ലതും അറിയുമോ എന്ന് അരുന്ധതിയോട് ചോദിക്കുമ്പോൾ, എനിക്കറിയാം, അന്നൊരു ദിവസം രാത്രിയിൽ എന്നെയും ഭരത്തേട്ടനെയും റൂമിൽ വെച്ച് അമ്മ പിടിച്ചില്ലേ, അത് ഇയാളെ പേടിച്ചുകൊണ്ടാണ് ഭരത്തേട്ടൻ അവിടേക്ക് ഓടി വന്നത്. ഇയാളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെട്ടിട്ടാണ് ഓടി വന്നത് ഭരത്തേട്ടൻ എന്നൊക്കെ പറയട്ടെ. അന്ന് പിന്നെ കഞ്ചാവ് കേസിൽ ഇയാൾ കുടുക്കിയതും എല്ലാം തന്നെ ഇയാളാണ്. ഇയാൾ ഒരു ചതിയനാണ്. ഇയാളാണ് ഭരത്തേട്ടനെ ഇങ്ങനെ വഴി തെറ്റിക്കുന്നത് അമ്മേ എന്നുള്ള കാര്യമൊക്കെ പറയുകയാണ്. അത് കേൾക്കുമ്പോൾ ഭാമ ആകെ അന്തം വിട്ടു പോവുകയാണ്. ഭാമ പറയാണ്, ഇങ്ങനെയൊക്കെ ഉണ്ടോ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നുള്ള ഭാവത്തിൽ ഇനി എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്തായാലും ഈ പൊതി ഒന്ന് പൊട്ടിച്ചു നോക്കാമെന്ന് അംബാലിക പറയുമ്പോൾ, വേണ്ട അമ്മേ, ഇത് പൊട്ടിച്ചിട്ട് ഇനി വല്ല പ്രശ്നവും ഉണ്ടാവും. ഇതിൽ വേണമെങ്കിൽ മയക്കുമരുന്ന് തന്നെയായിരിക്കും. ഇയാൾ എന്തെങ്കിലും തരത്തിൽ ഭരത്തേട്ടനെ ചതിയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇവിടേക്ക് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. എങ്കിൽ നമുക്കിത് ഇപ്പോൾ തന്നെ പോലീസിൽ ഏൽപ്പിച്ചാലോ എന്ന് ഭാമ ചോദിക്കുമ്പോൾ, അത് വേണ്ട, ഇപ്പോൾ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ വാദിയെ പ്രതിയാക്കുന്ന കാലമാണെന്ന് അറിയില്ലേ, അതുകൊണ്ട് ഇത് കുറച്ച് ദിവസം ഇവിടെ തന്നെ ഇരുന്നോട്ടെ, എന്തായാലും ഭരത്തേട്ടൻ വരട്ടെ, എന്നിട്ട് ഭരത്തേട്ടൻ്റെ കയ്യിൽ കൊടുക്കാമെന്നും പറഞ്ഞു അരുന്ധതി പോകാൻ നിൽക്കുമ്പോൾ അംബാലിക പറയാണ്, മോളെ നിന്റെ കയ്യിൽ വെക്കേണ്ട, ഞാൻ വെച്ചോളാം, ഞാൻ തന്നെ ഭരത്തിന് ഇത് കൊടുത്തോളാം എന്നും പറഞ്ഞ് ആ പൊതി അംബാലിക കൈപ്പറ്റുകയാണ് കേട്ടോ. പക്ഷേ അംബാലിക അത് ദുരുദ്ദേശത്തോടു കൂടി തന്നെയാണ് ആ ഒരു പൊതി വാങ്ങിയിട്ടുണ്ടാവുക. പിന്നീട് മൈക്കിൾ നേരെ ചെല്ലുന്നത് അനിരുദ്ധൻ്റെ അടുത്തേക്കാണ്. അങ്ങനെ അനിരുദ്ധനോട് പറയുകയാണ്, നിങ്ങൾ പറഞ്ഞതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ ആ മയക്കുമരുന്ന് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ സാധനമാണ്, എനിക്ക് നഷ്ടം വരാതെ നോക്കണം എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒന്നും പേടിക്കേണ്ട, ആ ലക്ഷങ്ങൾ ഞാൻ തന്നാൽ പോരെ, എന്തായാലും നല്ലൊരു ചതി തന്നെയാണ് ഇനി ഭരത്തിന് കിട്ടാൻ പോകുന്നത് എന്ന് അനിരുദ്ധൻ പറയുകയാണ് കേട്ടോ. അങ്ങനെ എൻ്റെ പെങ്ങളുടെ 2 മക്കളുടെയും ജീവിതം സേഫാണ് എന്ന് കരുതി സുഖമായി ജീവിക്കേണ്ട, അതിന് തന്നെയാണ് ഞാൻ ഇത് ചെയ്യിപ്പിക്കുന്നത്. ഭരത് ഒരിക്കലും സബ് ഇൻസ്പെക്ടറായിട്ട് ജോലിയിൽ കയറാൻ പാടില്ല, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കളിക്ക് കൂട്ടുനിൽക്കുന്നത്. പിന്നെ എൻ്റെ മകളെ ഒരു കുഴപ്പവും കൂടാതെ നിങ്ങൾ പുറത്തിറക്കി തന്നില്ലേ, അതിനൊക്കെ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ മൈക്കിളിനോട് പറയുമ്പോൾ മൈക്കിൾ പറയാണ്, എൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് ഞാൻ ചങ്കെടുത്ത് പറിച്ചു കൊടുക്കും, പക്ഷേ എന്നെ പിണക്കി കഴിഞ്ഞാൽ എൻ്റെ മറ്റൊരു മുഖം നിങ്ങളെല്ലാവരും കാണേണ്ടി വരും. എന്തായാലും ഭരത് ഒരിക്കലും സബ് ഇൻസ്പെക്ടറായിട്ട് ജോലിയിൽ കയറാൻ പാടില്ല, അതിന് തന്നെയാണ് ഞാൻ ഇക്കാര്യമൊക്കെ ചെയ്യുന്നത്. അവൻ ജോലിയിൽ കയറി കഴിഞ്ഞാൽ ആദ്യം എന്നെയാവും അവന് ഒറ്റിക്കൊടുക്കാൻ പോകുന്നത്, അത് ഉണ്ടാവാൻ പാടില്ല, അതിനു കൂടി വേണ്ടിയിട്ടാണ് എന്ന് പറയട്ടോ. അങ്ങനെ അനിരുദ്ധൻ പറയുകയാണ്, ഭരത്തിനെ ഇങ്ങനെ ഒരു ചതിയിൽപ്പെടുത്തി കഴിഞ്ഞാൽ ഭാവനയ്ക്ക് നല്ലൊരു തിരിച്ചടി തന്നെയാണ് കിട്ടാൻ പോകുന്നത്. ഭരത് ജയിലിൽ അഴിക്കുള്ളിൽ ആയിക്കഴിഞ്ഞാൽ ഭാവനയുടെ ഒരു ചിറകങ്ങ് നറ്റുപോവുക തന്നെയാണ് ചെയ്യുക. അങ്ങനെ ഭാവനയ്ക്കും അംബാലികയ്ക്കും നല്ലൊരു അടി തന്നെയാണ്, നല്ലൊരു തിരിച്ചടി തന്നെയാണ് ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്നൊക്കെ അനിരുദ്ധൻ മൈക്കിളിനോട് പറയുകയാണ്. അപ്പോൾ മൈക്കിൾ പറയുന്നുണ്ട്, എന്നാൽ ഞാൻ ഇപ്പം തന്നെ റെയ്ഡ് നടത്താനുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ, നിങ്ങളുടെ പെങ്ങളുടുംബം എല്ലാവരുടെയും മുന്നിൽ നാണകെടുകയും ചെയ്യും, അത് ചെയ്യട്ടെ എന്ന് പറയുമ്പോൾ അനിരുദ്ധൻ പറയുകയാണ്, അത് വേണ്ട, കുറച്ചുകൂടി കഴിയണം, എന്നിട്ട് ഞാൻ പറയാം, ആ സമയത്താണ് അവർക്കിട്ട് പണി കൊടുക്കേണ്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞ ശേഷം മൈക്കിളും അനിരുദ്ധനും അവിടെ നിന്നും പോവുകയാണ്. പിന്നീട് വീട്ടിലേക്ക് ഭരത് എത്തുകയാണ് കേട്ടോ. ആ സമയത്ത് അരുന്ധതി ദേഷ്യത്തോടു കൂടി ഭരത്തിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ചോദിക്കുകയാണ്, അല്ല എന്താണ് ഭരത്തേട്ടൻ്റെ ഉദ്ദേശം എന്ന് ചോദിക്കുമ്പോൾ, എന്താ അരുന്ധതി, അല്ല ഇവിടേക്ക് ആ മൈക്കിൾ വന്നിരുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഭരത് ഒന്നങ്ങ് ഞെട്ടിപ്പോവുകയാണ്. എന്താ ഭരത്തേട്ട ഞെട്ടിപ്പോയത് എന്ന് ചോദിക്കുമ്പോൾ, അല്ല എന്തിനാണ് അയാൾ ഇവിടേക്ക് വന്നത് അരുന്ധതി ചോദിക്കുകയാണ്. അപ്പോഴാണ് അവിടേക്ക് ഭാമ
കൂടി വരുന്നത്. അപ്പോൾ ഭാമയും അരുന്ധതിയും കൂടി ഭരത്തിനോട് ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒളിഞ്ഞു നിന്നുകൊണ്ട് അംബാലിക കേൾക്കുന്നുണ്ട്. അങ്ങനെ ഭാമയും ചോദിക്കുകയാണ്, എന്താണ് ആ മൈക്കിളും ഭരത്തും തമ്മിലുള്ള ബന്ധമെന്ന് ചോദിക്കുകയാണ് കേട്ടോ. ഭാമയും കൂടി ചോദിക്കുകയാണ്. അപ്പോൾ ഭരത്ത് ആകെ ഇങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുകയാണ് കേട്ടോ അവരോട് മറുപടി പറയാൻ. അപ്പോൾ ഇതെല്ലാം കേട്ടും കൊണ്ട് അംബാലിക പുറത്ത് നിൽക്കുന്നുണ്ട്. അടുത്ത എപ്പിസോഡിൽ ഭരത്തിനോട് അരുന്ധതി പറയുകയാണ്, ആ മൈക്കിൾ ഒരു പൊതി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്, ഞങ്ങൾ ആരും തന്നെ അത് പൊട്ടിച്ച് നോക്കിയിട്ടില്ല, അതിൽ ഇനി വല്ല മയക്കുമരുന്നോ കഞ്ചാവോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും ഭരത്തേട്ട, ഇത് വീണ്ടും എന്തോ ചതിയിൽപ്പെടുത്താനാണ് അയാൾ ഇവിടേക്ക് വന്നിട്ടുള്ളത്, ഇതിനെന്തെങ്കിലും ഒന്ന് ചെയ്യണമെന്ന് പറയണം. അപ്പോൾ ആ പൊതി എവിടെ എന്ന് ചോദിക്കാൻ കേട്ടോ. അത് അമ്മയുടെ കയ്യിലുണ്ട്, അമ്മയാണ് അത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് എന്ന് അരുന്ധതി പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ ഭാമ പറയുന്നുണ്ട്, ഭരത്തെ നീ വെറുതെ സൂക്ഷിച്ച് കളിച്ചോളണം, നീ വെറുതെ നിന്റെ ജോലിക്ക് പ്രശ്നം ഉണ്ടാക്കണ്ട, ഇനി എങ്ങാനും നിന്നെ പോലീസുകാർ കസ്റ്റഡിയിൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്കൊരു സബ് ഇൻസ്പെക്ടർ ആവാൻ കഴിയില്ല, അതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോ എന്നൊക്കെ പറയുമ്പോഴും ഭരത്ത് ഒന്നും അത് നല്ലതുപോലെ കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. ഭരത്ത് അപ്പോഴും അഹങ്കാരത്തോടു കൂടി തന്നെയാണ് അതൊക്കെ കേൾക്കുന്നത്. ആരും എന്നെ ഭരിക്കാനും ചോദ്യം ചെയ്യാനും വരണ്ട, എനിക്കറിയാം എൻ്റെ കാര്യം നോക്കാൻ എന്നൊക്കെ മറുപടി പറഞ്ഞ ശേഷം അംബാലികയുടെ അടുത്തേക്ക് ഭരത്ത് ചെല്ലുന്നുണ്ട് ആ പൊതി വാങ്ങാൻ വേണ്ടിയിട്ട്. ഭരത്ത് നല്ല ദേഷ്യത്തോട് കൂടിയിട്ടാണ് അരുന്ധതിയോട് ആ സമയത്തൊക്കെ സംസാരിക്കുന്നത്. അങ്ങനെ അരുന്ധതിയും തിരിച്ചും ഭരത്തിനോട് കുറച്ച് മോശമായി സംസാരിക്കുകയാണ്. ഇങ്ങനെ ഭരത്തേട്ടന് ഇവിടെ കിടന്ന് തോന്നിയാസം പോലെയാണ് ജീവിക്കാൻ ഉദ്ദേശമെങ്കിൽ ഈ വീട്ടിൽ അത് നടക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭരത്ത് ക്ഷമ നശിച്ച് അരുന്ധതിയെ ഒരു അടി അങ്ങ് കവളത്തേക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഭരത്ത് ദേഷ്യത്തോടു കൂടി ആ വീട്ടിൽ നിന്നും ഇറങ്ങി പോവുകയാണ്. പിന്നീട് അരുന്ധതി നേരെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് ഭാവനയെ. എന്നിട്ട് ഭാവനയോട് മൈക്കിൾ വന്ന കാര്യവും അവിടെ കൊടുത്ത പൊതിയുടെ കാര്യമൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ഭരത് കുറച്ച് മോശമായിട്ടാണ് ഇപ്പോൾ എല്ലാവരോടും പെരുമാറുന്നത്. ഭരത് ഇപ്പോൾ ഭാവനേച്ചി കരുതുന്ന പോലത്തെ ഒരു ആളല്ല. ഭരത്തിൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട്. ഭരത്തിനെ ഇനി ശരിയാക്കണമെങ്കിൽ ഭാവനേച്ചി തന്നെ വിചാരിക്കണം എന്നൊക്കെ പറഞ്ഞ് അരുന്ധതി എല്ലാ കാര്യങ്ങളും ഭാവനയോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇനി ഭാവനയെ കാണാൻ വേണ്ടിയിട്ട് ഭരത് വീണ്ടും ചെല്ലുന്നുണ്ട്.